പ്രിയ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, പുതിയ തൊഴിലവസരങ്ങളുമായി നിങ്ങളുടെ മുന്നിലൊരു വീഡിയോ അവതരിപ്പിക്കുകയാണ്. കേരള സ്റ്റേറ്റ് IT മിഷനിലെ തൊഴിലവസരങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുന്നത്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പ്രയോജനം ചെയ്യുന്ന നിയമനങ്ങളാണ്. നമുക്ക് ആ തൊഴിലവസരങ്ങളിലേക്കൊന്ന് പോകാം. ആദ്യമായിട്ട് കുറേയധികം വേക്കൻസി കേരള സ്റ്റേറ്റ് IT മിഷനിൽ വിളിച്ചിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് കേരള സ്റ്റേറ്റ് IT മിഷൻ. അവിടെ ലീഡ് സെക്യൂരിറ്റി അനലിസ്റ്റും അതുപോലെ തന്നെ സീനിയർ ഇൻഫർമേഷൻ അനലിസ്റ്റ്, സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ, ഹെൽപ്പ് ഡെസ്ക് ഓപ്പറേറ്റർ, മെസ്സഞ്ചർ കം ഓഫീസ് അറ്റൻഡന്റ്, അതുപോലെ തന്നെ ഹെഡ് ഗവേണൻസ്, സോഫ്റ്റ്വെയർ ആർക്കിടെക്ട്, ഹാൻഡ് ഹോൾഡ് സപ്പോർട്ട് എഞ്ചിനീയർ തുടങ്ങിയ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ തസ്തികയായ ലീഡ് സെക്യൂരിറ്റി അനലിസ്റ്റ് ഓർ സീനിയർ ഇൻഫർമേഷൻ അനലിസ്റ്റ്, ലീഡ് സെക്യൂരിറ്റി അനലിസ്റ്റ് ഓർ സീനിയർ ഇൻഫർമേഷൻ അനലിസ്റ്റ് കരാർ നിയമനമാണ്. നിലവിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ശമ്പളം എന്ന് പറയുന്നത് 80,000 രൂപയാണ്. കൺസോളിഡേറ്റഡ് പേ ആണ്. മാസം 80,000 രൂപ. യോഗ്യത ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗോ ബാച്ചിലർ ഓഫ് ടെക്നോളജിയോ BEയോ BTechോ അതല്ലെങ്കിൽ MCAയോ, കമ്പ്യൂട്ടർ സയൻസും അതേപോലെ തന്നെ, അതായത് BE അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസിലോ അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ ITയിലോ ആയിരിക്കണം. അതുകൂടാതെ പ്രൊഫഷണൽ ഇൻഫോർമേഷൻ സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ പ്രവൃത്തി പരിചയം എന്ന് പറയുന്നത് 4 മുതൽ 6 വർഷം വരെ സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായം 40 വയസ്സ് കവിയരുത്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ പറയുന്നതിൽ ഏതെങ്കിലും യോഗ്യതകളുണ്ട്, ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ IT മിഷന്റെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധ്യമാണ്. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ഇൻഫോർമേഷൻസ് ഒക്കെ തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട ഈ ചാനൽ പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി പങ്കുവെക്കണം. അതുപോലെ തന്നെ കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ IT മിഷനിലെ ലീഡ് സെക്യൂരിറ്റി അനലിസ്റ്റിന്റെ യോഗ്യതയും ശമ്പള വിവരവും അതുപോലെ തന്നെ പ്രായവും ഒക്കെ മനസ്സിലാക്കി. ഇത് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി, അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ 26 ആ തീയതി ഓർത്തുകൊള്ളൂ. ഇനി നമുക്ക് അടുത്ത ഒരു പോസ്റ്റിലേക്ക് പോകാം. അടുത്ത തസ്തിക എന്ന് പറയുന്നത് സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആണ്. ഈ സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയറും കരാർ നിയമനമാണ്. നിലവിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ശമ്പളം എന്ന് പറയുന്നത് 52,000 രൂപയാണ്. യോഗ്യത ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ടെക്നോളജിയോ അതുപോലെ തന്നെ MCA ഉള്ളതാണ്. അതായത് BEയും BTechും കമ്പ്യൂട്ടർ സയൻസിലോ അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലോ ആയിരിക്കണം. അതുകൂടാതെ CCNB തത്തുല്യ സർട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. CCNB അല്ലെങ്കിൽ തത്തുല്യ സർട്ടിഫിക്കേഷൻ ആണ് വേണ്ട യോഗ്യത. സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആണ്. BE or BTech or MCA ആണ്. BE or BTech കമ്പ്യൂട്ടർ സയൻസിലോ അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോ ആയിരിക്കണം. പ്രായം 35 വയസ്സാണ്. 35 വയസ്സ് കവിയരുത്. കരാർ നിയമനമാണ്. ഒരൊഴിവാണുള്ളത്. പ്രവൃത്തി പരിചയം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷനിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക്. പ്രായം 35 വയസ്സ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക്, അതായത് സംവരണ ആനുകൂല്യങ്ങൾ ഉള്ളവർക്ക് അതിനനുസരിച്ച് പ്രായത്തിൽ ഇളവുണ്ടാകും. അപ്പോൾ സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് തന്നിരിക്കുന്ന യോഗ്യതകൾ അല്ലെങ്കിൽ പറഞ്ഞ യോഗ്യതകളുള്ളവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക. നിങ്ങളൊരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ IT മിഷനിൽ നിങ്ങൾക്ക് ആ ജോലി നേടിയെടുക്കാനായിട്ട് കഴിയുന്നതാണ്. നമുക്കിനി അടുത്ത തസ്തികയിലേക്ക് പോകാം. ഹെൽപ്പ് ഡെസ്ക് ഓപ്പറേറ്റർ ആണ്. ഹെൽപ്പ് ഡെസ്ക് ഓപ്പറേറ്റർ കരാർ നിയമനമാണ്. പ്രതീക്ഷിത ഒഴിവാണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. ശമ്പളം 23,400 രൂപയാണ്. യോഗ്യത ബിരുദമാണ്. ഡിഗ്രി, ഏത് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇംഗ്ലീഷും മലയാളം ഭാഷാ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. 28 വയസ്സാണ് പ്രായപരിധി എന്ന് പറയുന്നത്. പ്രവൃത്തി പരിചയം 1 വർഷമാണ്. 1 വർഷം ഹെൽപ്പ് ഡെസ്ക് ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അപ്പോൾ പ്രായം 28 വയസ്സ്. ബിരുദധാരികൾക്ക്
അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സുവർണ അവസരമാണ്. കരാർ നിയമനമാണ്, പ്രതീക്ഷിത ഒഴിവാണ്. അടുത്ത തസ്തികയിലേക്ക് നമുക്ക് പോകാം. മെസ്സഞ്ചർ കം ഓഫീസ് അറ്റൻഡന്റ് ആണ്. മെസ്സഞ്ചർ കം ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന തസ്തികയിലും കരാർ നിയമനമാണ്. ഒരു ഒഴിവാണുള്ളത്. ശമ്പളം 19,310 രൂപയാണ്. 10ാം ക്ലാസ് വിജയമാണ് മെസ്സഞ്ചർ കം ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്കുള്ള യോഗ്യത എന്ന് പറയുന്നത്. കൂടാതെ സ്വന്തമായി ഇരുചക്ര വാഹനവും ലൈസൻസും ഉണ്ടായിരിക്കണം. ലൈസൻസ് ലഭിച്ചിട്ട് 1 വർഷമെങ്കിലും കുറഞ്ഞത് ഉണ്ടായിരിക്കണം. പ്രായം 36 വയസ്സാണ്. 36 വയസ്സ് കവിയരുത്. മെസ്സഞ്ചർ കം ഓഫീസ് അറ്റൻഡന്റ് ആയിട്ട് മറ്റ് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്ത 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അപ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾ ആരെങ്കിലും മെസ്സഞ്ചർ കം അറ്റൻഡന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഈ യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അവസാന തീയതി ജൂലൈ 26 ആണ്. അടുത്തത് ഹെഡ് ഇ ഗവേണൻസ് ആണ്. അതും കോൺട്രാക്ട് അതല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഡെപ്യൂട്ടേഷൻ വഴി ആ തസ്തികയിൽ നിയമനം നടത്തും. അപ്പം മോഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു, ഡെപ്യൂട്ടേഷൻ ആകാം, അതല്ലെങ്കിൽ എന്താവാം, കോൺട്രാക്ട് ആകാം. ഒരു വേക്കൻസിയാണുള്ളത്. 55 വയസ്സ് വരെ പ്രായപരിധിയുണ്ട്. അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിഗ്രി ആവാം, അതല്ലെങ്കിൽ MCAയോ MSc കമ്പ്യൂട്ടർ സയൻസോ ആകാം, അതേപോലെ MSc IT ആകാം. അതായത് മാസ്റ്റേഴ്സ് ഇൻ ടെക്നോളജിയാണ് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ. പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇൻ ഡിജിറ്റൽ ഗവേണൻസ് ആൻഡ് മാനേജ്മെന്റ്, ഇതൊക്കെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ. അതേപോലെ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം. എക്സ്പീരിയൻസ് ഇൻ IT ഔട്ട് ഓഫ് വിച്ച് അറ്റ്ലീസ്റ്റ് 5 ഇയേഴ്സ് ഇൻ ഇ ഗവേണൻസ് ആക്ടിവിറ്റീസ്. 10 വർഷത്തെ എക്സ്പീരിയൻസിൽ 5 വർഷം ഇ ഗവേണൻസ് ആക്ടിവിറ്റീസിൽ എക്സ്പീരിയൻസ് ഉണ്ടാവണം. റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് മാസം 1,80,000 രൂപയാണ്. കൺസോളിഡേറ്റഡ് ആണ്. കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ് ആണ്. ഡെപ്യൂട്ടേഷൻ ആകുമ്പോൾ അത് പ്രകാരം ഡെപ്യൂട്ടേഷൻ നോംസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ അപേക്ഷിക്കാനായിട്ട് careers-itmission.kerala.gov.in വിളിച്ചു കഴിഞ്ഞാൽ ഈ അഡ്രസ്സ് വഴി അപേക്ഷിക്കാനായിട്ട് സാധ്യമാകും. ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ നൽകിയിട്ട് ആ സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. IT മിഷന്റെ വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത്. അവസാന തീയതി ജൂലൈ 26 ആണ്. careers-itmission.kerala.gov.in നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷന്റെ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധ്യമാകുന്നതാണ്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റ് ആണ്. ഇത് കോൺട്രാക്ട് തസ്തികയിലേക്കുള്ളതാണ്. ഒരു വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള. ഏജ് ലിമിറ്റ് കുറഞ്ഞ പ്രായപരിധി 35 വയസ്സുണ്ടാണ്. 35-നും 45-നും ഇടയ്ക്കാണ് പ്രായമുള്ളവരെയാണ് സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റ് ആയിട്ട് നിയമിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മിനിമം 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലും അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലും എന്തുണ്ടാവണം, ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റിൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം. അതേപോലെ തന്നെ അതിൽ 5 വർഷം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റ് ആയിട്ടുള്ള 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഉണ്ടാകേണ്ടത്. റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് 80,000 രൂപയാണ്. അപ്പോൾ ഈ വസ്തുതകൾ അറിഞ്ഞിരിക്കണം. ഈ ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് ഈ പോസ്റ്റിലേക്ക്, സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റിന്റെ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധ്യമാക്കുന്നതാണ്. അടുത്തതാണ് ഹാൻഡ് ഹോൾഡ് സപ്പോർട്ട് എഞ്ചിനീയർ. ഇത് എക്സ്പെക്റ്റഡ് വേക്കൻസിയാണ്. 5 ജില്ലകളിലേക്കാണ്. നിങ്ങൾക്കൊരു പക്ഷേ മിക്ക ഉദ്യോഗാർത്ഥികൾക്കും പ്രയോജനം ചെയ്യുന്ന ഒരു പോസ്റ്റാണ് ഹാൻഡ് ഹോൾഡ് സപ്പോർട്ട് എഞ്ചിനീയർ. കോൺട്രാക്ട് 1 വർഷത്തേക്കുള്ള കോൺട്രാക്ട് വ്യവസ്ഥയിലേക്കാണ്. കൊല്ലം, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലേക്കാണ് ഈ തസ്തികയിലേക്ക് വിളിച്ചിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് വേക്കൻസിയാണ്. എക്സ്പെക്റ്റഡ് പ്രതീക്ഷിത വേക്കൻസിയാണ്. 21,000 രൂപയാണ് മാസ ശമ്പളം. ഏതെങ്കിലും ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യാൻ, അതായത് ഹാൻഡ് ഹോൾഡ് സപ്പോർട്ട് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധ്യമാവുകയുള്ളൂ. അവർക്ക് ആ ഡിസ്ട്രിക്ട്, ഏത് ഡിസ്ട്രിക്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്ന ആ ഡിസ്ട്രിക്റ്റ് ചൂസ് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആ ഡിസ്ട്രിക്റ്റിലേക്ക് മാത്രമേ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധ്യമാവുകയുള്ളൂ. പ്രായപരിധി എന്ന് പറയുന്നത് 36 വയസ്സാണ്. ക്വാളിഫിക്കേഷൻ ബിടെക്, ITയോ അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനോ അതല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. അതല്ലെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസിന്റെ
കമ്പ്യൂട്ടറിലോ IT-ലോ ഹാർഡ്വെയറിലോ 3 ഇയർ പോളിടെക്നിക് ഡിപ്ലോമ ഉള്ളവർക്കും ഹാൻഡ് ഹോൾഡ് സപ്പോർട്ട് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധ്യമാകും. അതിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതായത് BTech ക്വാളിഫൈഡ് ആയിട്ടുള്ളതോ അതല്ലെങ്കിൽ MSc ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 1 വർഷത്തെ റെലവൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. IT വർക്ക് എക്സ്പീരിയൻസ് ആണ്. അതായത് സിസ്റ്റമായിട്ടോ അതല്ലെങ്കിൽ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ആണ്. എന്നാൽ 3 ഇയർ ഡിപ്ലോമക്കാർക്ക് പോളിടെക്നിക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമക്കാർക്ക് 2 വർഷത്തെ റെലവൻ്റ് IT വർക്ക് എക്സ്പീരിയൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. സിസ്റ്റം ഓർ നെറ്റ്വർക്ക് ആയാൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അതായത് എക്സ്പീരിയൻസ് ഇൻ ഗവേണൻസ് പ്രോജക്ട്സ് ഓർ ഗവൺമെൻറ് പ്രോജക്റ്റ് പ്രിഫേർഡ്. പിന്നീട് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വിത്ത് വിൻഡോസ് ലിനക്സ് മാക് OS പ്രിഫേർഡ്. അങ്ങനെ പ്രൊഫിഷ്യൻ്റ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം. അതേപോലെ സ്ട്രോങ് പ്രോബ്ലം സോൾവിങ് ആൻഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ് ഒക്കെ ഉണ്ടാവണം. അപ്പോൾ 21,000 രൂപയാണ് ഹാൻഡ് ഹോൾഡ് സപ്പോർട്ട് എഞ്ചിനീയർ തസ്തികയിലേക്കുള്ള റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം അതാത് ജില്ലയിലുള്ളവർക്കും അല്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കൊല്ലം, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലയിലേക്കാണ് ഹാൻഡ് ഹോൾഡ് സപ്പോർട്ട് എഞ്ചിനീയറെ IT മിഷൻ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ IT മിഷന്റെ ആ വെബ്സൈറ്റ് വഴി നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അവസാന തീയതി ജൂലൈ 26 ആണ്. careers-itmission.kerala.gov.in വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. നോട്ടിഫിക്കേഷന്റെ വിശദ വിവരങ്ങളും നിങ്ങളുടെ മുന്നിൽ എത്തുന്നുണ്ടാവും ഈ സൈറ്റ് വിളിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, മറ്റു തൊഴിലവസരങ്ങളുമായി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ, ടേക്ക് കെയർ.